ജിമ്മിൽ പോകാൻ എഴുന്നേറ്റപ്പോ ഒരാളും കൂടെ തല ഉയർത്തിയിരിക്കുന്നു. ആളെ പറ്റിച്ച് ഞങ്ങൾ ആദ്യം ജിമ്മിലെത്തി. വർക്ക്ഔട്ട്സ് എല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ഡേയ്സ് ഒക്കെ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാന്ന് കരുതി. എല്ലാവരും പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വയറില്ലല്ലോ എന്ന്. ചുമ്മാതാ നീ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കിടന്ന കഷ്ടപ്പാട് വരുന്നത്. എന്തായാലും വീടെത്തി ഞങ്ങൾ റെഡിയായി നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഇന്ന് കുറച്ച് ഹാപ്പി ഡേ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് പേര് മഴവിൽ മനോരമയുടെ ഷോയ്ക്ക് പോകുന്നുണ്ട്. അത് എന്താ ഏതാ എന്നൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം. സോ അതിന്റെ പ്രാക്ടീസിലാണ് അവരിപ്പോ. പ്രാക്ടീസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു അംവാക്കും കൂടെ എനിക്ക് ഓർമ്മ വന്നത്. അതിന്റെ പ്രാക്ടീസ് നമുക്ക് തുടങ്ങുന്നേ ഉള്ളൂ. അതിനു മുൻപേ തന്നെ ഇവരെന്നെ ഞെട്ടിച്ചു. അത്രയ്ക്ക് അടിപൊളി പെർഫോമൻസ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഈവനിങ് ആസ് യൂഷ്വൽ നമ്മുടെ ടാരി ബേബിന് വേണ്ടി മാത്രമുള്ളത്. അവളെയും കൊണ്ടൊന്ന് പുറത്തു പോകണം. വണ്ടി കയറിയപ്പോഴത്തേക്കും വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണണം. ഡാഡിയും മോളും കൂടെ ഇവിടെ എന്തൊക്കെയോ ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചെത്തി അവളുടെ കഥ പറച്ചിലും കളിയും ഒക്കെ കണ്ട് കുറെ നേരം അങ്ങനെ പോയി. ഇനിയാണ് നമ്മളുടെ നൈറ്റ് കുക്കിംഗ്. ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്താ കഴിക്കാന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഇച്ചാനുള്ളതുകൊണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ. ആൾക്ക് ഈ സാലഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. കൂട്ടത്തിൽ ഞാനിതുപോലെ ഒരു കൈയൊക്കെ വെച്ചൊന്ന് സഹായിക്കുമെന്ന് മാത്രം. ചാരുവിനെ മമ്മി ഇറക്കി. മമ്മി ഇതാ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കുത്തുരുപ്പണികളൊന്നും കിച്ചണിൽ കഴിയാത്തതുകൊണ്ട് തന്നെ ചാരുവിനെ മമ്മി കൊണ്ടുപോയി ഉറക്കാന്ന് പറഞ്ഞു. അപ്പൂസിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ആളെ സ്മൂത്തി എക്സ്പേർട്ട് ആണ് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് സ്മൂത്തി ഉണ്ടാക്കാൻ ആളെ കഴിഞ്ഞുള്ളൂ ഞാനും ഇച്ചാനും. എല്ലാം ഇപ്പോഴത്തെയും പോലെ അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാം, ഇല്ലെങ്കിൽ ഇനി അടുത്ത തവണ തന്നില്ലെങ്കിലോ. ബിഗ് ബോസ് കാണൽ സ്ഥിരം പരിപാടിയൊന്നുമല്ല. ഇതുപോലെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇവിടെ ഡെയിലി ഒരാവശ്യമില്ലെങ്കിലും ഈ പ്രോഗ്രാം ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുകൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ TV പ്ലേ ചെയ്തിടുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ പറയണേ. ബൈ.